ഞാൻ ആലോചിച്ചിട്ട് ആലുവയിൽ പോയിട്ട് ആലുവയ്ക്ക് പോയിട്ടല്ല, ആലോചിച്ചിട്ട് ഈ ലേഡീസിനെ പങ്കെടുപ്പിക്കുന്ന പരിപാടി എന്ന് പറയുമ്പോ ഈ തിരുവാതിര കളിയോ കൈകൊട്ടിക്കളിയോ കുച്ചിപ്പുടിയോ ഒക്കെ ആവാം. പിന്നെന്താ, ആവാലോ. ആവാം. എന്റെ ബെന്നി, നാട്ടിലെ പോലെ പരിപാടി പറഞ്ഞ അവിടെ ഓടി രക്ഷപ്പെടാൻ പറ്റൊന്നുമില്ല. അതെന്ത്? നമ്മുടെ പാസ്പോർട്ടും വിസയൊക്കെ സ്പോൺസർമാരുടെ കയ്യിലായിരിക്കും അല്ലേ? അവിടെ ഓടുന്നതിന് പാസ്പോർട്ടും വിസയൊക്കെ വേണു. ഓരോരോ നിയമങ്ങളെ. നിങ്ങൾ ചുമ്മാ അതൊന്നും പറഞ്ഞ് സമയം കളയല്ലേ. അച്ചായം പ്രത്യേകം പറഞ്ഞതാ പ്രോഗ്രാം കളർഫുൾ ആയിരിക്കണമെന്ന്. എന്നെ വെറുതെ നാറ്റിക്കല്ലേ സുരേന്ദ്ര. നീ സുശീലനെ നാറ്റിക്കരുത് കേട്ടോ. ഞാനായിട്ട് നാറ്റിക്കൂല, നീ നാറ്റിക്കരുത്. ആരും സുശീലനെ നാറ്റിക്കരുത്. പിന്നെ നീ നാറ്റിക്കരുത്. അത് നീ നാറ്റിക്കരുത്. ആരും നാറ്റിക്കൂല കേട്ടോ. പിന്നെ പെണ്ണുങ്ങളെ സംഘടിപ്പിക്കുന്ന കാര്യം അത് ഞാനേറ്റു. അത് പിന്നെ പ്രത്യേകം പറയണോ? ആ ഒരു കാര്യം മാത്രമല്ലേ സുശീലിനെ കൊണ്ട് കഴിയൂ. അതെ, നമുക്ക് വെറുതെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കാം. എന്തിന്റെ? പ്രോഗ്രാമിന്റെ. ഞാൻ കഥാപ്രസംഗവും പാട്ടും മറ്റുള്ള സംഭവമായിട്ട് തട്ടിമുട്ടി ഒരു 3-3.5 മണിക്കൂർ പിടിച്ചേക്കാം. പ്രോഗ്രാം മൊത്തം എത്ര മണിക്കൂറുണ്ട്? 3 മണിക്കൂർ. അപ്പൊ പിന്നെ ഞങ്ങളൊക്കെ എന്തിനാണ് അവിടെ വരുന്നത്? എന്റെ കയ്യിൽ എനിക്ക് ഒരു 3 മണിക്കൂർ വേണം. അതുകൊണ്ട് കാശിന്റെ 3-1 എനിക്ക് വേണ്ട, പകുതി മതി. എപ്പോഴും നിനക്ക് പകുതിയല്ലേ കിട്ടാറുള്ളൂ. സുരേന്ദ്ര, ഞാനൊരു ആത്മകഥം പറഞ്ഞതാ. അത് പോട്ടെ, നീ എന്ത് പേരില വരാൻ പോകുന്നത്? ബെന്നി കുര്യൻ എന്ന പേരിൽ വരും. എന്ത് സ്വന്തം പേര് വന്ന കുഴപ്പമുണ്ടോ? അതല്ല, പിന്നെ നീ എന്ത് വകുപ്പിൽ വരും? വകുപ്പ് എന്നെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം? പോട്ടെ, എന്റെ അച്ഛൻ ആരാണെന്ന് അറിയാമോ? അത് നിനക്കറിയില്ല, പിന്നെ ഞങ്ങൾ എങ്ങനെ അറിയും? വേണ്ട വേണ്ട, അച്ഛന്റെ കാര്യത്തിൽ മാത്രം തമാശ വേണ്ട. ഇല്ലാത്ത കാര്യം പറഞ്ഞ് വെറുതെ പ്രശ്നം ഉണ്ടാക്കല്ലേ. എന്തുവന്നത്? അച്ഛനില്ല. വേണ്ടാത്ത കാര്യം നിർത്ത്. തച്ചോളി വർഗീസ് ചേകവർ എന്ന് കേട്ടിട്ടുണ്ടോ? പറഞ്ഞു വരുമ്പോ എന്റെ ഒരു അങ്കിളായിട്ട് വരും അദ്ദേഹം. കളരിപ്പയറ്റിന്റെ ആചാര്യന്മാരാടാ ഞങ്ങൾ. ഗൾഫിൽ കളരി വെച്ച് ഞാനൊരു കളി കളിക്കും. ആ കളി ഇവിടെ കാണിക്കടാ. ഗൾഫിൽ കാണാൻ പോണ പൂരം കേരളത്തിൽ കാണിക്കാൻ മനസ്സിലടാ. പരിപാടി കഴിയുമ്പോ തല്ലുള്ളവരായി നിങ്ങൾ ഇങ്ങനെ കിടന്ന് ബഹളം വെക്കാതെ പരിപാടിയെ കുറിച്ച് ആലോചിക്കാൻ നോക്ക്. ആലോചിച്ചു. അത് പോട്ടെ, നീ പയറ്റുകയോ കാരണം അറിയോ എന്താന്ന് വെച്ചാൽ ആയിക്കോ. അപ്പൊ ഈ പാട്ടുകാരുടെയും ഡാൻസുകാരുടെയും കാര്യം എങ്ങനെ? എന്റെ അറിവിൽ ഒരു സിസ്റ്റേഴ്സ് ഉണ്ട്. ഒരു സിസ്റ്റേഴ്സ് നിന്ന് 2 പേര്. അവരൊരു ഗ്യാങ് എന്ന് വെച്ചാൽ അവരൊരമ്മ പറ്റതല്ലെങ്കിലും 2 അച്ഛന്റെ മക്കളാണ്. ഒരമ്മ പരാതി 2 സിസ്റ്റേഴ്സ്. എന്നാ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ആദ്യം കൂടെ ഉറപ്പിക്കാം. എന്തൊക്കെയായാലും ഗൾഫിൽ എന്റെ ഐറ്റം ആയിരിക്കും ഹൈലൈറ്റ്. ഹൈലൈറ്റോ ട്യൂബ്ലൈറ്റോ എന്തെങ്കിലും ആട്ടെ, വാ. മധു, ഞാൻ ഈ പറയണത് എന്നും പറയണ പോലല്ല. കാര്യങ്ങൾ വളരെ സീരിയസാ. ഓഹോ. ഡാഡി അടുത്ത അവധിക്ക് വരുമ്പോ എന്തായാലും എന്റെ കല്യാണം നടത്തിട്ടേ പോകൂ. നടത്താലോ? ഞാൻ എപ്പോ വേണേലും കല്യാണത്തിന് റെഡിയാണെന്ന് ഡാഡിയോട് പറഞ്ഞോളൂ. എനിക്കിതൊന്നും അത്ര തമാശയായിട്ട് തോന്നുന്നില്ല. എന്റെ ശുഭേ, ഞാൻ സത്യം, ഗൾഫ് പ്രോഗ്രാം കഴിഞ്ഞു വന്നാൽ നമ്മുടെ കല്യാണം, അത് കഴിഞ്ഞ ഹണിമൂൺ, അതെവിടെ വേണമെന്ന് തെരഞ്ഞെടുക്കാനുള്ള അവകാശം നിനക്കാണ്. അത് കഴിഞ്ഞ എന്താ? നിന്റെ അങ്കിളുടെ കാറിലാ വരുന്നു. എന്റെ അമ്മ, ഗൾഫ് പ്രോഗ്രാമൊക്കെ ഇനി എന്താ മോളെ ഇവിടെ? അത് അങ്കിൾ, ഞാൻ പ്ലാൻ കളക്ഷൻ വന്ന ഈ കുളവാഴയുടെ അതേ ജനസിൽപ്പെട്ട ഒരുതരം നീർപ്പോതെന്ന് പറയുന്ന ചെടി, അത് വളരെ റേറാ. ഈ ഭാഗത്തുണ്ടാവുന്ന ഫ്രണ്ട്സ് പറഞ്ഞു, അത് നോക്കായിരുന്നു. അയ്യോ, എന്റെ മോളെ, ഇതിനകത്ത് മുഴുവൻ പായല. എന്നിട്ട് നിനക്ക് വേണ്ടത് കിട്ടിയോ? ഇല്ല, നോക്കി കിട്ടിയില്ല. സാർ, സമയത്ര? എന്ത് കോലമായത്? നാറിയിട്ട് വയ്യല്ലോ. നിനക്ക് വീട്ടിൽ ചോദിക്കാനും പറയാൻ ആരുമില്ലേ? അവരൊക്കെ ഒരു കല്യാണത്തിന് പോയിരിക്കണം സാർ. ഇതെന്തൊരു ജന്തു. ഓ, ഒരു മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. അയ്യോ, അടുത്ത മരണം. ഇയാൾക്ക് എവിടെ പോയിട്ട് വരുന്നു മനസ്സിലാവില്ലേ ഈശ്വര. നീയല്ലേ അവൻ? ഞാൻ എന്താടാ ഇത്? ഒരു പൂ പറിക്കാൻ ചാടിയതാ. അത് മനുഷ്യൻ പേടിപ്പിച്ചാണ് പൂ പറിക്കുന്നത്. ചേട്ടനോട് പഠിക്കാൻ ഞാൻ പറഞ്ഞില്ലയോ? അറിഞ്ഞുകൂടെങ്കിൽ ആദ്യമേ പറയണം. ഡാൻസ് ട്രൂപ്പിനെ തപ്പി നടന്ന് ഇന്ന് നേരം വെളുക്കും. താൻ കുറുപ്പേട്ടന്റെ കയ്യിൽ നിന്ന് വാങ്ങിയത് തൃപ്പൂണിത്തുറ തെരേസയുടെ അഡ്രസ് തന്നെ അല്ല, മദർ തെരേസയുടെ അഡ്രസ്സാ. അവർക്കിപ്പോ ഡാൻസ് ട്രൂപ്പ് ഉണ്ടോ? താൻ വിഡിത്തം പറയാതെ എന്റെ കൂടെ വന്നാൽ മതി. ഈ സുശീലിനും ആർട്ടിസ്റ്റുമായുള്ള ബന്ധം തനിക്കറിയാമോ? നല്ല ബന്ധത്തിലല്ലേ? നല്ല പ്രകൃതി രമണീയമായ സ്ഥലമല്ലേ? രമണിയോ? എവിടെ? രമണിയല്ല, രമണീയം. ഓ, തനിക്ക് എപ്പോഴും ഈ പെമ്പിളയുടെ കാര്യമേ ചിന്തയുള്ളൂ. പട്ടി. എന്ത്? എടോ പട്ടി. അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. എടോ പട്ടി, എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത്. നോക്കണോ പട്ടി, തിരിഞ്ഞു നോക്കണോ പട്ടി. നമുക്ക് ഓടിയാലോ? ഓടിയാ കടിയുറപ്പാ. കൊരക്കുന്ന പട്ടി കടിക്കൂലെന്ന ബാലകൃഷ്ണ മാഷ് പഠിപ്പിച്ചിട്ടുള്ളത്. അത് ബാലകൃഷ്ണ മാഷ്ക്കെല്ലാം അറിയൂ, പട്ടിക്കറിയില്ലല്ലോ. വെറുതെയാ. ചിരിക്കാൻ നമുക്കെന്താ ഭ്രാന്തുണ്ടോ? നമ്മൾ നിഷ്കളങ്കരാണെന്ന് പട്ടി അറിയട്ടെ. അയ്യോ, അഡ്രസ്സും പോയി. എടുക്കരുത്. കുനിഞ്ഞാൽ നമ്മൾ കല്ലെടുക്കുകയാണെന്ന് പട്ടി ചിന്തിക്കും. അതുകൂടി ഇല്ലാതെ ഇവിടുന്ന് പോയിട്ട് കാര്യമില്ല. അത് ഇവിടുന്ന് പോകാൻ പറ്റുമെന്ന് നോക്കാം. അഡ്രസ് എടുക്ക്. അഡ്രസ് പട്ടി എടുത്തോ? നീ എടുത്തോ? നീ എടുക്ക്. നമുക്ക് ഒരുമിച്ചെടുക്കാം. ഒരുമിച്ചെടുക്കാം.